ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് കൂടെ വന്നപ്പോഴത്തേക്കാണ് കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. തുരുമ്പെടുത്ത് നശിച്ച് തീരാറായിട്ടുള്ള 100 കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. ചുരുക്കി പറഞ്ഞ വാഹനങ്ങളുടെ ഒരു ശവപ്പറമ്പ് തന്നെ. ഈ ഫ്രീക്കന്മാര് രാജാവിനെ പോലെ റോഡിൽ ചെത്തി നടന്ന ലക്ഷങ്ങൾ വിലയുള്ള ബൈക്ക് തൊട്ട് കാറ്, ലോറി, ഓട്ടോ തുടങ്ങി ബസ്സിന്റെ വരെ ചത്തതും പാതി ചത്തതുമായിട്ടുള്ള ഡെഡ് ബോഡികൾ ഞാനിവിടെ കണ്ട്. വിവിധ കേസുകളിൽ പെട്ട് കേരളത്തിലുടനീളം പോലീസ് സ്റ്റേഷന്റെ സ്വന്തം പറമ്പിലും അപ്പുറത്തെ പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന വണ്ടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 10,000 കണക്കിന് വരും. ചുരുക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ. നോക്കിയാൽ എത്ര ബൈക്കുകളാണ് കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാലത്ത് റോഡിൽ കൂടി ഇങ്ങനെ ചങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചെത്തി അടിച്ച് നടന്ന വണ്ടികളാണ്. ഇത് പല കേസിൽ പെട്ടതുണ്ട്, അപകടത്തിൽ പെട്ടതുണ്ട്, കള്ളക്കടത്ത്, കഞ്ചാവ് കൊടുത്ത് അങ്ങനെ ഉള്ള ഒരുപാട് കേസിൽ പെട്ട് വന്ന വണ്ടികളാണ് ഇവിടെ ഈ നിരന്നിരിക്കുന്നതിൽ കൂടുതലും. അതിശയകരമായിട്ടുള്ള കാര്യം എന്നാണെന്നറിയോ, ഏത് വകുപ്പ് വാഹനം പിടിച്ചാലും കൊണ്ടു തള്ളുന്നതൊക്കെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അന്ന് പോലീസ് സ്റ്റേഷന്റെ പറമ്പ് തികയാണ്ടിന് അപ്പുറത്തെ പറമ്പും ഇപ്പുറത്തെ പറമ്പും ഒക്കെ വാടകയ്ക്ക് എടുത്തൊക്കെയാണ് ഈ തുരുമ്പെടുത്ത വണ്ടികളെല്ലാം കൂടെ കയറ്റിയിടുന്നത്. വാഹനം തുരുമ്പെടുത്ത് മണ്ണോട് മണ്ണായാലും കേസ് തീരത്തില്ല. കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കേസിന്റെ നൂലാമാലകളും നടപടിക്രമങ്ങളും വകുപ്പ് തല അന്വേഷണങ്ങളും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കുറേ വർഷത്തേക്ക് ഈ വണ്ടി ഉടമയ്ക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ആ ഒരു പരുവത്തിനാണ് പോകുന്നത്. ഇപ്പം അതായത് വാഹനത്തിന്റെ ഇപ്പം വിലയൊക്കെ കൂടുതലായിരിക്കും, ചിലപ്പോൾ പിഴയൊക്കെ വരുന്നത്. ആ പിഴ ഒടുക്കിയിട്ട് വാഹനം എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ആരും എടുക്കത്തില്ല. എന്നാൽ പോട്ടെന്ന് വെച്ച് അതിൻ്റെ ഉടമകളും വാഹനം ഉപേക്ഷിക്കുന്നതാണ് പതിവ്. അതാണ് ഇത്രയും വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഒന്നോർത്താ കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എത്ര വണ്ടികളാണെന്ന് പറയുന്നത്. ഇത് നോക്കി, ഈ കാറൊക്കെ നോക്കി, ഇതൊക്കെ ഒരു കാലത്തൊക്കെ നല്ല രീതിയിൽ നല്ല കുടുംബങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ റോഡിലൂടെയൊക്കെ നല്ല സന്തോഷത്തോടെയൊക്കെ സഞ്ചരിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയതൊക്കെ ആയിരിക്കും. ഇത് പലതും ആക്സിഡന്റ് പറ്റിയ വാഹനങ്ങളുണ്ട്. ഒരുപാട് ഇടിവണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് മരണങ്ങളൊക്കെ നടന്ന വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത് പലതും. ഓരോ കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ എത്ര കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചും കടം മേടിച്ചും ഒക്കെ മേടിച്ച വണ്ടികളൊക്കെ ആയിരിക്കും. ഇത് ഇഷ്ടംപോലെ ഓട്ടോ ഒക്കെ, ഈ കാണുന്ന കാടൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ വണ്ടി കിടന്ന് വള്ളിപ്പടർപ്പ് കയറി അത് വലിയൊരു കുന്നുപോലെ തോന്നിക്കുന്നത് കേട്ടോ. അതെല്ലാം അതിനകത്തൊക്കെ വണ്ടികളാണ്. ഇതാ ഇവിടെ ഒരു വലിയൊരു കുഴിയായിരുന്നു. ആ കുഴി മൊത്തം നികത്തിയിട്ടേക്കാണ് വണ്ടി കൊണ്ട്. നോക്കി അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ബസ് കിടക്കുന്ന കാണാം കേട്ടോ, ഒരു ബസ്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വാഹനങ്ങളെല്ലാം കൂടെ കുന്നു കൂട്ടിയിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അശ്രദ്ധയും അത്യാഗ്രഹവുമാണ് ആപത്തുകൾ ക്ഷണിച്ചു വരുത്തി പോലീസ് വണ്ടി കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. ഏതെങ്കിലും കേസിൽ പെട്ട് പോലീസ് പൊക്കിയ വാഹനം പിന്നീട് റോഡിൽ ഇറങ്ങാൻ പാകത്തിന് കയ്യിൽ കിട്ടിയാൽ അത് മഹാഭാഗ്യം തന്നെയാണ് കേട്ടോ. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ സാധാരണ പൊളിക്കാൻ വേണ്ടി ലേലത്തിൽ കൊടുക്കുന്നതാണ് പതിവ്. പക്ഷെ അതിനും കാലതാമസമുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, കഷ്ടപ്പെട്ട് കാശ് മുടക്കി വണ്ടി എടുത്താൽ മാത്രം പോരാ. കള്ളു കുടിക്കാതെ, കള്ളക്കടത്തില്ലാതെ, സുരക്ഷാ നിയമങ്ങളെയൊക്കെ കൊഞ്ഞനം കാണിക്കാതെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ ജീവനും കിട്ടും, വണ്ടിയും കിട്ടും. പോലീസ് സ്റ്റേഷനിലെ പറമ്പിലെ വണ്ടി ശവങ്ങളുടെ എണ്ണവും കുറയും.